ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് ബോർഡുകൾ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വഖഫിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമികൾക്ക് അധികം ആരും അവകാശം ഉന്നയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമികൾക്ക് പിന്നെ നിയമം എങ്ങനെ വഖഫായിട്ട് ഒരാൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫിൻ്റെ ട്രൈബ്യൂണലിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വിധി വഖഫിന് അനുകൂലമായിരിക്കും എന്നുള്ളൊരു ധാരണയിലോട് അധികം ആരും അതിനകത്ത് ഉന്നയിക്കുകയോ അത് പോകുന്നില്ല. ഇങ്ങനെ നിയമങ്ങൾ വന്ന് എന്ത് സംഭവിക്കും? ഇങ്ങനെ പുതിയ വഖഫ് നിയമം വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്നെ അതിന് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും എൻക്രോച്ച്മെൻറ്റ് കയ്യിലിരിപ്പോൾ കുത്തക കമ്പനികളുടെ കയ്യിലുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ട്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പം ഇതിനൊരു പിന്നെ കണ്ടക്ഷൻ ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ചർച്ചകളായി, പിന്നെ അത് കോടതിയിലേക്ക് പോയി, പിന്നെ വ്യവഹാരമായി, പിന്നെ ഈ ഇപ്പോഴത്തെ ട്രൈബ്യൂണലിൽ തന്നെ റോളില്ലാതായി. ട്രൈബ്യൂണലിൽ തന്നെ അതായത് വഖഫ് ബോർഡിൽ തന്നെ എണ്ണം കൂടി. മനസ്സിലായോ? അത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല മറ്റുള്ള വിഭാഗങ്ങളിൽ കൂടെയുണ്ട്. അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നവരെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പം നിരവധി പുതിയ പുതിയ അപ്പോയിൻറ്റ്മെൻറ്റ്സുകളും പുതിയ പുതിയ ഭേദഗതികളും അനുസരിച്ച് പുതിയ നിയമം വന്നത്. അപ്പോൾ ഇതോടുകൂടി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ വർഷങ്ങളായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഭൂമി, അവർ പള്ളി വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഭൂമി, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഭൂമി, അവരുടെ മദ്രസകളും ദർഗകളുള്ള ഭൂമി, ഇതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു ആശങ്ക വന്നാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല.